റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരന്റെ അവകാശവാദം തള്ളി കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം. നിലവിൽ കേരളത്തിൽ അതിവേഗ റെയിൽപാത സംബന്ധിച്ച പ്രപ്പോസൽ തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇ ശ്രീധരൻ നിലവിൽ ഒരുവിധ സാങ്കേതിക ചുമതലയുമില്ല എന്ന് കേന്ദ്ര ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. പാർലമെന്റിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചോദ്യത്തിന് മന്ത്രാലയത്തിലെ സഹമന്ത്രി തൊഖാൻ സാഹുവാണ് മറുപടി നൽകിയത്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ഇ ശ്രീധരൻ തന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അദ്ദേഹം ഓഫീസ് വരെ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ നഗരകാര്യ മന്ത്രാലയം ഒരു തരത്തിലുള്ള ചുമതലയും ഏൽപ്പിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണോ? അതായത് സ്മൃതി, ഇത്തരത്തിൽ കേരളത്തിൽ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് നഗരകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ ഒരു കാര്യവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് ആ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ചോദ്യത്തിനാണ് ഇത്തരത്തിൽ മന്ത്രാലയത്തിന്റെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ചുമതലയും നൽകിയിട്ടില്ലെന്ന് നഗരകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ കോറിഡോറുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കാൻ ഈ DMRCയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് DMRC ഇതിന്റെ റിപ്പോർട്ട് 2019 തന്നെ കേരള അതിവേഗ റെയിൽ കോർപ്പറേഷൻ സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമം ഉണ്ടായില്ല. അന്ന് 2019 റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ ശ്രീധരനെ ഇതിന്റെ സ്പെഷ്യൽ അഡ്വൈസറായി നിയമിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് 2019 ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഒരു നീക്കുപോക്കുമില്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ അതിവേഗ റെയിൽപാത സംബന്ധിച്ച ഒരു ആലോചനയോ ഒരു പദ്ധതിയോ ഒന്നും ഈ DMRC മുഖേന നടത്തിയിട്ടില്ല എന്നാണ് ഈ മന്ത്രാലയം നിലയിൽ വ്യക്തമാക്കുന്നത്. DMRCയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മന്ത്രാലയം ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. DMRC പറഞ്ഞു, ഇല്ലെങ്കിൽ DMRC അറിയിച്ചു ഇങ്ങനെ ഒരു പ്രപ്പോസലാണ് ഉണ്ടായിരുന്നത്. അതിന്റെ റിപ്പോർട്ട് 2019 തന്നെ സമർപ്പിച്ചു എന്നാണ് നഗരകാര്യ മന്ത്രാലയം ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ RRTS പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രാലയം പറയുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പിന്നീട് ഈ കേന്ദ്ര സർക്കാരിന് ഇതിന്റെ DPR ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. അത്തരത്തിലൊരു റിപ്പോർട്ടും നിലവിൽ മന്ത്രാലയത്തിന്റെ മുന്നിൽ വന്നിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ഈ ശ്രീധരനാണ് ഉത്തരം പറയേണ്ടത്. ആര്, എങ്ങനെ, എന്തിന് തന്നെ ഏൽപ്പിച്ചു? അദ്ദേഹം പറഞ്ഞത് DMRC എന്നാണ്. DMRC വരുന്നത് നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. ഈ നഗരകാര്യ മന്ത്രാലയത്തിന് DMRC തന്നെ പറഞ്ഞിരിക്കുന്നത്, DMRC തന്നെ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം 2019 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് 2019 തന്നെ കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു പദ്ധതിയോ ഇല്ലെങ്കിൽ പരിപാടികളൊന്നും ഔദ്യോഗികമായി നടക്കുന്നില്ല എന്നാണ് DMRC മുഖേന നഗരകാര്യ മന്ത്രാലയം വിശദീകരിക്കേണ്ടത്. എന്തായാലും ഈ ശ്രീധരനാണ് ഇതുമായി ബന്ധപ്പെട്ട മറുപടി തരേണ്ടത്. കാരണം ഔദ്യോഗികമായൊരു നിർദ്ദേശമില്ലാതെ, ഉത്തരവില്ലാതെ എങ്ങനെ ഈ ശ്രീധരൻ ഇത്തരം ഒരു പദ്ധതിയുമായി ഒക്കെ മുന്നോട്ട് പോകാനാകുമെന്നൊരു ചോദ്യം അവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, AV ജയശങ്കറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.